നമസ്കാരം. പെനാൽറ്റി പാഴാക്കി നിൽക്കുമ്പോൾ ഏത് മഹാന്മാരും ഒന്ന് പതറും. എന്നാൽ പതറാനല്ല, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിമാനുഷികനായി മാറി ലോകത്തെ വിറപ്പിക്കാനാണ് താൻ വന്നതെന്ന് കിലിയൻ എംബാപ്പെ ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. ബോസ്റ്റണിൽ മൊറോക്കോയെ പച്ചയ്ക്ക് ചവച്ചരച്ച് ഫ്രാൻസ് സെമിയിൽ കടക്കുമ്പോൾ ഫുട്ബോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചരിത്ര പുസ്തകത്തിലെ സകല പേജുകളും തച്ചുടയ്ക്കുകയാണ് ഈ ഫ്രഞ്ച് സൂപ്പർ താരം. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ എംബാപ്പെ തൊടുത്ത ആ മനോഹരമായ കേളിംഗ് ഷോട്ട് മൊറോക്കൻ വലയിൽ പതിച്ചപ്പോൾ പിറന്നത് വെറുമൊരു ഗോളായിരുന്നില്ല. പകരം സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇതിഹാസ സാമ്രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ എംബാപ്പയുടെ കരിയർ ഗോളുകളുടെ എണ്ണം ഇതോടെ 20ആയി ഉയർന്നു. 21 ഗോളുകളുമായി ഒന്നാമതുള്ള മെസ്സിയുടെ എക്കാലത്തെയും വലിയ റെക്കോർഡിന് തൊട്ടുപിന്നിൽ എംബാപ്പെ എത്തിക്കഴിഞ്ഞു. ഈ ഒറ്റ ലോകകപ്പിൽ മാത്രം 8 ഗോളുകൾ അടിച്ചുകൂട്ടിയ എംബാപ്പെ ടൂർണമെന്റിലെ ഉയർന്ന ഗോൾ വേട്ടക്കാർക്കുള്ള ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലും മെസ്സിയെ പിന്നിലാക്കി 1-ാം സ്ഥാനത്തേക്ക് ഇരച്ചുകയറി. അസിസ്റ്റുകളുടെ എണ്ണത്തിൽ മെസ്സിയേക്കാൾ ബഹുദൂരം മുന്നിലുള്ളതാണ് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് റേസിൽ വലിയ മേൽക്കൈ നൽകുന്നത്. ഗോളടിക്കുക മാത്രമല്ല, സഹതാരങ്ങൾക്ക് പന്തെത്തിച്ചു കൊടുക്കുന്നതിലും താൻ അഗ്രഗണ്യനാണെന്ന് എംബാപ്പെ തെളിയിച്ചു. എന്തായാലും മൊറോക്കോയ്ക്കെതിരെ ഓസ്മാൻ ഡെബലയുടെ ഗോളിന് വലയൊരുക്കിയതോടെ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടങ്ങളിൽ മാത്രം 14 ഗോൾ സംഭാവനകൾ എംബാപ്പയുടെ പേരിലായി. കഴിഞ്ഞ 60 വർഷത്തെ ചരിത്രത്തിൽ മെസ്സിക്കൊപ്പം നോക്കൌട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തം വഹിച്ച താരമെന്ന പട്ടവും എംബാപ്പെ സ്വന്തമാക്കി. ഈ ഒരൊറ്റ ലോകകപ്പിൽ മാത്രം 11 ഗോൾ പങ്കാളിത്തങ്ങളാണ് എംബാപ്പെ ഇതുവരെ അക്കൗണ്ടിലാക്കിയത്. 1970-ൽ ജർമ്മൻ ഇതിഹാസം ഗർഡ് മുള്ളർ കുറിച്ച 13 ഗോൾ പങ്കാളിത്തങ്ങൾക്ക് ശേഷം ഒരൊറ്റ ലോകകപ്പിൽ ഒരു താരം നടത്തുന്ന ഏറ്റവും വിനാശകാരിയായ മുന്നേറ്റമാണിത്. ഇവിടെയും തീരുന്നില്ല എംബാപ്പയുടെ അമാനുഷിക കണക്കുകൾ. 1966-ന് ശേഷം തുടർച്ചയായി 2 ലോകകപ്പുകളിൽ 10-ലധികം ഗോൾ പങ്കാളിത്തം സ്വന്തമാക്കുന്ന ഭൂഗോളത്തിലെ ആദ്യ ഫുട്ബോളർ എന്ന സമാനതകളില്ലാത്ത റെക്കോർഡും എംബാപ്പെ തന്റെ പേരിൽ വെട്ടിപ്പിടിച്ചു. ഒരൊറ്റ ലോകകപ്പ് മത്സരത്തിൽ തന്നെ ഗോളടിക്കുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അപൂർവം നേട്ടം കരിയറിൽ ഇത് 3-ാം തവണയാണ് എംബാപ്പെ ആവർത്തിക്കുന്നത്. എന്തായാലും ഈ ലോകകപ്പിൽ തോൽവി അറിയാതെ 5-ാം വിജയവും പൂർത്തിയാക്കിയാണ് ദിദിയർ ദെഷാമിന്റെ സംഘം സെമിയിലേക്ക് കുതിക്കുന്നത്. തങ്ങളുടെ മുൻനിര താരങ്ങൾക്ക് കൃത്യമായി വിശ്രമം നൽകാനും സബ്സ്റ്റിറ്റ്യൂഷനുകൾ വഴി കളി നിയന്ത്രിക്കാനും ഫ്രാൻസിന് സാധിക്കുന്നുണ്ട്.